എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 11ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മതബോധന പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 4 പാഠങ്ങളും പഠിച്ചതിന് ശേഷം ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പാഠത്തിലെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളെ ആസ്പദമാക്കി ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് സോഷ്യൽ മീഡിയയിലൂടെയും ഇമെയിലൂടെയൊക്കെ കുറേ കുട്ടികൾ ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് മറ്റ് കുട്ടികളെ, എൻ്റെ കൂടെ പഠിക്കുന്ന മറ്റാളുകളെ സ്വന്തം സഹോദരനായിട്ട് കാണുവാൻ എങ്ങനെ സാധിക്കും? ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ? എൻ്റെ സഹോദരങ്ങളെപ്പോലെ തന്നെ അവരെയും എന്നോട് ചേർത്ത് നിർത്തുവാൻ, ക്രിസ്തു കണ്ടതുപോലെ തന്നെ അവരോട് ചേർത്ത് നിൽക്കുവാൻ പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമാണോ സാറേ എന്നൊരുപാട് പേര് ചോദിക്കുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്. ഈ 5ാം പാഠത്തിൻ്റെ 2ാമത്തെ സെഷനിൽ നമ്മൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, മനസ്സിലാകുമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. നമുക്ക് ഏവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം. ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, ഇനിമേൽ ഞാനല്ല അങ്ങാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഇതുപോലൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ കൃപ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് വിശുദ്ധ പൗലോസ്ലീഹായുടെ ചരിത്രമായിരുന്നു. എങ്ങനെയാണ് വിശുദ്ധ പൗലോസ്ലീഹായ്ക്കുണ്ടായ രൂപാന്തരീകരണം, എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്, ഏറ്റവും നല്ല ഒരു വിശുദ്ധരായി മാറുവാൻ വേണ്ടി എങ്ങനെയാണ് സാധിച്ചതെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ മറ്റ് പല കാര്യങ്ങൾ കണ്ടു. പ്രത്യേകമായി ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്, അല്ലേ? എന്തൊക്കെ ഘടകങ്ങളായിരുന്നു ക്രിസ്തീയ വ്യക്തിത്വത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്നത്? ഒന്നാമതായി ക്രിസ്തീയ ജീവിത ദർശനം, അല്ലേ? ക്രിസ്തീയ ജീവിത ദർശനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ പ്രധാനമായ 3 ഘടകങ്ങളിലെ ബാക്കി 2 ഘടകങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ക്രിസ്തീയ ജീവിത മനോഭാവവും ക്രിസ്തീയ ജീവിത ശൈലിയും. ക്രിസ്തീയ ജീവിത ദർശനം കണ്ട സമയത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാ വ്യക്തികളെയും സഹോദര തുല്യരായി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണം, അല്ലേ? അതിന് ഞാൻ പ്രധാനമായി കുറച്ച് 5 കാര്യങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഇതൊക്കെയായിരുന്നു. ഒന്ന്, ദൈവം നമ്മളുടെ പിതാവാണെന്നുള്ള ആ ബോധം, ദൈവദർശനമായിരുന്നു ആദ്യമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. രണ്ടാമതായി നമ്മൾ കണ്ടത് നാം ദൈവത്തിൻ്റെ മക്കൾ, എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്, അല്ലെങ്കിൽ ആത്മദർശനം എന്ന ബോധ്യം എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ രണ്ടാമതായി കണ്ടത്. മൂന്നാമതായി നമ്മൾ കണ്ട കാര്യം എന്തായിരുന്നു? മനുഷ്യ ദർശനം, അല്ലെങ്കിൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളാകുന്നത് എങ്ങനെ, ആ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്, എങ്ങനെയാണ് സാർ എൻ്റെ കൂടെയുള്ള എൻ്റെ ക്ലാസ് റൂമിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെയൊക്കെ എൻ്റെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുവാനും അവരോട് കൂടുതൽ പരിചരിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി. അതിനുള്ള മറുപടി കൂടി ആയിരിക്കണം ഇന്നത്തെ ഈ പാഠഭാഗമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നാലാമതായി നമ്മൾ കണ്ടത് ലോകദർശനമാണ്. ലോകം ഒരു ഭൗതിക ഭവനം മാത്രമാണെന്നും ഇവിടെ ജീവിക്കുന്ന നമ്മളെല്ലാവരും ലോകദർശനം, ക്രിസ്തുവിൻ്റെ ലോകദർശനം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് സ്വർഗമാണ് നമ്മളുടെ ലക്ഷ്യമെന്നും സ്വർഗദർശനമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു ക്രിസ്തുവായി നമുക്ക് മാറാൻ പറ്റുകയുള്ളൂവെന്നും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്രൈസ്തവൻ എന്ന നിലയിൽ സ്വർഗീയ ദർശനം അല്ലെങ്കിൽ സ്വർഗദർശനമാണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ രണ്ടാമതായി കാണാൻ വേണ്ടി പോകുന്നത് ക്രിസ്തുവിൻ്റെ ജീവിത മനോഭാവമാണ്. ക്രിസ്തുവിൻ്റെ ജീവിത മനോഭാവം. ഈ അവസരത്തിൽ ഞാൻ ഒരു ചെറിയ സംഭവ കഥ പറയാം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മത്സരം നടക്കുകയുണ്ടായി. ഒരു ഓട്ട മത്സരമാണ്.
ഓട്ട മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാകാം, നിങ്ങൾ സ്കൂളുകളിലൊക്കെ നടത്തിയിട്ടുണ്ടാകാം. ഓട്ട മത്സരത്തിൻ്റെ പ്രത്യേകത ഒരു സ്റ്റാർട്ടിംഗ് ലൈനും ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. ഒരുപാട് കാണികളുണ്ട്. ഒരാൾ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി 8 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓട്ട മത്സരം തുടങ്ങുകയാണ്. ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഇതിൻ്റെ അവസാനം പറഞ്ഞു തരാം. ഈ ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിലടിച്ചു. അങ്ങനെ 8 പേരും ഒരേപോലെ മുൻപിലേക്ക് കുതിക്കുകയാണ്. പെട്ടെന്ന് സംഭവിച്ചത്, അതിൽ ഒരു പെൺകുട്ടി കുറച്ച് മുന്നോട്ട് നീങ്ങി, ഒരു 10-15 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൾ താഴെ വീണു. മറ്റുള്ള കുട്ടികളൊക്കെ ഇതിനോടകം തന്നെ കുറച്ച് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്, ആ ഓട്ട മത്സരം കണ്ടു നിന്ന ഒരുപാട് ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ബാക്കി 7 കുട്ടികളും തിരിച്ച് പുറകോട്ടൊന്ന് നോക്കുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു. പിന്നീട് സംഭവിച്ചത്, ഈ 7 കുട്ടികളും ഉടൻ തന്നെ ഈ വീണ് കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും സംഭവിച്ചോ, നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താ ചെയ്തതെന്നറിയാവോ? ഈ 7 പെൺകുട്ടികളും കൂടെ വീണ് കിടക്കുന്ന ആ പെൺകുട്ടിയെ കൈപിടിച്ച് ഉയർത്തി അവളുടെ മുറിവിലൊക്കെ ഒന്ന് തലോടി, അതിനുശേഷം ഈ പെൺകുട്ടിയുമായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഈ 7 പേരും നടന്ന് നീങ്ങുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ച കഥയാണെന്ന്. അല്ല, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ആ കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ മുൻപിലിരിക്കുന്ന 11ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിത മനോഭാവം എന്താണെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞത്. ഇവിടെ ഒരുപാട് മനോഭാവങ്ങൾ നമ്മൾ കാണാം. ഒന്ന്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ റഫറിയുടെ മനോഭാവം, അല്ലെങ്കിൽ ഈ കളി നിയന്ത്രിച്ച, ഈ ഓട്ട മത്സരം നിയന്ത്രിച്ച ആ വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കാം? ഈ ഓട്ടത്തിൽ പങ്കെടുത്ത് വീണുപോയ പെൺകുട്ടിയുടെ മനോഭാവം എന്തായിരിക്കാം? ഈ പെൺകുട്ടിയെ പിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുപോയ മറ്റ് 7 കുട്ടികളുടെ മനോഭാവം, ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ മനോഭാവം. ഇതൊക്കെ നമുക്ക് ചർച്ചാ വിഷയമാക്കുമ്പോഴും നമ്മൾ കാണേണ്ടത്, ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും മനോഭാവങ്ങൾ ഉണ്ടാകാം അല്ലേ? നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ മനോഭാവമാണെന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം. ക്രിസ്തീയ ജീവിത മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ബുദ്ധിയുടെ തലത്തിൽ രൂപപ്പെടുന്ന ദർശനം, അത് ജീവിതത്തിന് ഉപകരിക്കുന്ന മനോഭാവങ്ങളായി രൂപപ്പെടേണ്ടതുണ്ട്. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബുദ്ധിയുടെ തലത്തിൽ രൂപപ്പെടുന്ന ദർശനം, ജീവിത ദർശനം, അത് മനോഭാവങ്ങളായി രൂപപ്പെടേണ്ടതുണ്ട്. ജീവിത ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആഭിമുഖ്യങ്ങളാണ് മനോഭാവങ്ങൾ. എന്താണ് മനോഭാവങ്ങൾ? ഒന്ന് ഉറക്കെ പറയാം എല്ലാവർക്കും. ജീവിത ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ജീവിത ദർശനത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആഭിമുഖ്യങ്ങൾ, അവയാണ് നമ്മൾ മനോഭാവങ്ങളെന്ന് ആലങ്കാരികമായി പറയുന്നത് അല്ലേ? ഒരു വ്യക്തിക്ക് ദൈവത്തോടും മനുഷ്യരോടും ലോകത്തോടുമുള്ള ആഭിമുഖ്യങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളുടെ പിതാവും മനുഷ്യർ നമ്മളുടെ സഹോദരങ്ങളും ലോകം ദൈവം മനുഷ്യർക്ക് നൽകിയ വാസസ്ഥലവുമാണെന്നുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ സ്വർഗം മനുഷ്യൻ്റെ ലക്ഷ്യവുമാണെന്നുള്ള ക്രൈസ്തവ ദർശനമാകണം ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളെ നിർണ്ണയിക്കേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒന്നും കൂടെ അത് ആവർത്തിക്കാം. ദൈവം നമ്മളുടെ പിതാവാണെന്നുള്ള മനോഭാവം ഒന്നാമതായി നമ്മൾ കാണണം. മനുഷ്യർ നമ്മളുടെ സഹോദരങ്ങളാണ്. ലോകത്തുള്ള അക്രൈസ്തവരായ സഹോദരങ്ങളായിക്കോട്ടെ, ക്രൈസ്തവരായ സഹോദരങ്ങളാകട്ടെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മളുടെ സഹോദരങ്ങളാണെന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ലോകം ദൈവം നമുക്ക് നൽകിയ വാസസ്ഥലമാണ് അല്ലേ? ഇന്നത്തെ സാഹചര്യം നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരുപാട് സമ്പത്തിന് വേണ്ടിയും അതുപോലെ സ്ഥലത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മത്സരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണാം അല്ലേ? ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഇത് നമ്മൾക്ക് താൽക്കാലികമായി ദൈവം നൽകിയ ഒരു വാസസ്ഥലമാണ്. ആ ഒരു മനോഭാവം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്വർഗം മനുഷ്യൻ്റെ ലക്ഷ്യമാണ്. അൾട്ടിമേറ്റായിട്ട് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ലക്ഷ്യം ഒരു IAS ഓഫീസർ ആകണം, ഒരു IPS ഓഫീസർ ആകണം, ഒരു എഞ്ചിനീയർ ആകണം എന്നൊക്കെയുള്ള താൽക്കാലിക ലക്ഷ്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? അത് സ്വർഗമായിരിക്കണം. സ്വർഗ ലക്ഷ്യം കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ. ഇങ്ങനെയുള്ള ജീവിത മനോഭാവങ്ങളാണ് നമ്മളുടെ ക്രൈസ്തവ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ ദൃഢമാക്കുന്നത്. ഒന്നാമതായി നമ്മൾ കാണുന്നത് ദൈവാശ്രയ മനോഭാവമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഒരു പക്ഷേ നിങ്ങൾ വീണു പോകുമ്പോഴും, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്താ? ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നതാണ് അല്ലേ? ഇനി മറ്റു ഭാഷയിലാണെങ്കിൽ തന്നെ, ഇംഗ്ലീഷിലാണെങ്കിൽ തന്നെ, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തെ മുന്നിൽ കണ്ടാൽ നമ്മൾ ആദ്യം പറയും ഓ മൈ ഗോഡ് എന്നാണ് പറയുന്നത്
എൻ്റെ ദൈവമേന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മാതാവിനെ വിളിക്കും, എൻ്റെ മാതാവെന്ന് വിളിക്കും, എൻ്റെ ഈശോയെന്ന് വിളിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന, നമ്മളുടെ പേരൻസിലൂടെ ആയിരിക്കാം, നമ്മളുടെ ഗ്രാൻഡ് പേരൻസിലൂടെ ആയിരിക്കാം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു മാറ്റമാണ്. ദൈവ ആശ്രയ മനോഭാവം. എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവത്തെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയുണ്ടെന്നുള്ള ഒരു മനോഭാവം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അതാണ് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ദൈവം തൻ്റെ പിതാവായതിനാൽ താൻ ദൈവപുത്രനാണെന്നുള്ള അവബോധം സ്വന്തമാക്കുന്നവനാണ് യഥാർത്ഥമായ ക്രൈസ്തവൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പപ്പയുണ്ട്, എൻ്റെ പിതാവുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് എന്നെ രക്ഷിക്കാനുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അവിടുത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന മകനാണ്, മകളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ദൈവാശ്രയ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുമെന്ന് ഈശോ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ഈ ബോധ്യത്തോടെ ക്രിസ്തുവിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരും. അവരുടെ ജീവിതത്തിൽ വിഷാദ മനസ്ഥിതിയും നിരാശാബോധവും ഒക്കെ ഒരുപക്ഷെ അന്യമായിരിക്കാം. ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ നിങ്ങളിലുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മളെ നിരാശ ബാധിക്കത്തില്ല, ഒരു തരത്തിലും നമ്മളെ ഒരു പ്രശ്നവും നമ്മൾക്ക് വരാൻ സാധിക്കുമില്ല. പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തുന്നത് നിങ്ങൾക്കറിയാം, അല്ലേ? എനിക്ക് ഒരു ചെറിയ കുഞ്ഞുണ്ട്, 3 മാസമായ ഒരു കുഞ്ഞുണ്ട്. നിങ്ങൾക്കറിയാം ഒരു അമ്മ ഒരു കുഞ്ഞിനെ എത്ര കരുതലോടെയാണ് വളർത്തുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? അത്ര കരുതലോടെയാണ് വളർത്തുന്നത്. ഈശോ പറയുകയാണ്, പെറ്റമ്മ ഒരു കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല, പിതാവ് നിങ്ങളെ മറക്കുകയില്ല. അത്ര ഒരു കരുതലാണ് ദൈവം നമ്മൾക്ക് നൽകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞു കുട്ടികളെ, 11ാം ക്ലാസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവാശ്രയ മനോഭാവമാണ് ക്രിസ്തീയ ജീവിത മനോഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ മനോഭാവം കാണാം. നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിതാണ് വിശ്വ സാഹോദര്യ മനോഭാവം. വിശ്വ സാഹോദര്യ മനോഭാവമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ മനോഭാവം. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് പലരും നമ്മളോട് ചോദിച്ചല്ലേ, ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു, സാർ എങ്ങനെയാണ് മറ്റുള്ളവരെ എൻ്റെ സഹോദരനായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്? വിശ്വ സാഹോദര്യ മനോഭാവം. പ്രിയപ്പെട്ട കുട്ടികളെ, ക്രൈസ്തവ മനോഭാവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിശ്വ സാഹോദര്യ മനോഭാവം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ്. കാരണം നമ്മളുടെ ചുറ്റും എത്രയോ അഗതി മന്ദിരങ്ങളാണ്, എത്രയോ പേർക്ക് ആശ്രയം നൽകുന്ന അഗതി മന്ദിരങ്ങളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ പലതവണ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കണ്ട കാര്യം എന്താ നിങ്ങൾക്കറിയാമോ? അവിടെ ഒരു ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ എത്രയോ കരുതലോടെയാണ് നമ്മൾ അവരെ എല്ലാം പരിചരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ നല്ല ക്രൈസ്തവ സാഹോദര്യ ബോധമുള്ള, വിശ്വ സാഹോദര്യ മനോഭാവമുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാത്ത വ്യക്തികളാണ് പലപ്പോഴും പല രീതിയിൽ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നത്. നിങ്ങളൊക്കെ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത ഇതാണ്: എൻ്റെ കൂട്ടുകാരെ എൻ്റെ സഹോദരനായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും നല്ല മക്കളാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഈശോയുടെ വാക്കുകൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതെനിക്ക് തന്നെയാണ്. ആ ചെറിയവരിൽ ഒരുവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരണം. എല്ലാ വ്യക്തികൾക്കും നന്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ നമ്മളിലേക്ക് തന്നെ തിരികെ ലഭിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുകയാണ്. ഒരു ചെറിയ കാര്യം ഓർക്കുകയാണ്. പലപ്പോഴും വിമർശനങ്ങൾ നമ്മളുടെ നേരെ നേരിടുന്ന സമയത്ത് പല ആളുകളും, ദൈവാശ്രയ ബോധമില്ലാത്ത പല ആളുകളും ചെയ്യുന്നത് ഇതേ വിമർശനം നേരെ തിരിച്ചടിക്കുകയാണ്, അല്ലേ? ഇതേ വിമർശനം നേരെ തിരിച്ചു കൊടുക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സഹോദരനായിട്ട് മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മൾ വിമർശനം നേരിട്ടാൽ ആ വിമർശനത്തെ ക്രിസ്തുവിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വൻമതിലായി പണിതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രൊട്ടക്ഷൻ, ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തോടു കൂടി വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ മനോഭാവം നമ്മളിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ മനോഭാവം, അത് നന്മയുടെ മനോഭാവമാണ്. നിങ്ങളൊക്കെ നന്മ ചെയ്യാറുണ്ടോ? ഒരുപാട് ചെയ്യാറുണ്ടല്ലേ?
നന്മ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല കുട്ടികളായി നല്ല മക്കളായി മാറുന്നത്. നന്മ ചെയ്യുവാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു മനോഭാവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നന്മയുടെ മനോഭാവം. എല്ലാ കാര്യങ്ങളിൽ നന്മ കാണുവാനും നന്മയെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു നല്ല മനോഭാവമാണ് ഈ നന്മയുടെ മനോഭാവം. നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ നന്മ കാണാറുണ്ടോ? ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ നന്മയോടുകൂടി നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മളിലെ നന്മ കാണുന്നതിന് പകരം മറ്റുള്ളവരെ നന്മ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് ഈ സഹോദരങ്ങളായി മറ്റുള്ളവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനാൽ ക്രിസ്തു ശിഷ്യർ നന്മ പ്രവർത്തിക്കുന്നവരും നന്മയെ പ്രോത്സാഹിക്കുന്നവരുമായിരിക്കണമെന്ന് ഈശോ തന്നെ നമ്മളോട് പറയുകയാണ്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുതെന്ന് ഈശോ നമ്മളോട് പറയുന്നു. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. കാരണം നന്മ പ്രവർത്തിക്കുന്നവർക്കേ യേശുവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷ കൈവരാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധ പൗലോസിലേക്കാട് ഉപദേശം ഇങ്ങനെയാണ്: നന്മ ചെയ്യാൻ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഈ കാര്യങ്ങൾ നമ്മളോട് ഉപദേശിക്കുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്ന ഒരു നല്ല സമൂഹമായി നമ്മൾ വളർന്നു വരും എന്ന് തന്നെയാണ്. നാലാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന മനോഭാവം അത് ശുഭാപ്തി വിശ്വാസം എന്നതാണ്. നിങ്ങളൊക്കെ ഫുട്ബോൾ കാണുന്നത് അല്ലേ? ഫുട്ബോളിൽ ഏറ്റവും അവസാനം മത്സരം കഴിഞ്ഞതിന് ശേഷവും ഇഞ്ചുറി ടൈം കൊടുക്കും. ഇഞ്ചുറി ടൈമിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് ഒരു ഗോൾ കിട്ടണമേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. അല്ലെങ്കിൽ ഇഞ്ചുറി ടൈം അല്ലേ, അതിന് കാണണ്ട, നമ്മൾ TV ഓഫാക്കി പോകുന്നുണ്ടോ? ഇല്ല. അവസാന സെക്കൻഡുകളിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൂടെയുള്ള ടീമിന് ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ടീമിൻ്റെ കൂടെ നിൽക്കും. ശുഭാപ്തി വിശ്വാസമുള്ളവന് മാത്രമേ രക്ഷയുള്ളൂ. നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. നിഷേധാത്മകമായ ചിന്തകൾ വരുത്തുന്ന ആപത്തുകളും ക്രിയാത്മകമായ ചിന്തകളുമൊക്കെ വിതയ്ക്കുന്ന സത്പ്രവൃത്തികളും ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ക്രിയാത്മകമായ ചിന്തയിലൂടെ ജീവിത വിജയം ഉറപ്പിക്കാമെന്നും പഠിപ്പിക്കുന്ന മനഃശാസ്ത്ര ചിന്തകളും ഇന്ന് ഒരുപാട് സുലഭമാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ എല്ലാം നന്മയായി തീർക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ്. ദൈവത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയിലേക്ക് മാറ്റപ്പെടും, നന്മയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസമാണ്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നതാണ്. അടുത്തതായി മൂന്നാമതായി നമ്മൾ ഈ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്ന കാര്യം ക്രിസ്തീയ ജീവിത ശൈലി എന്നതാണ്. ക്രിസ്തീയ ജീവിത ശൈലി, ഈശോ നമുക്ക് കാണിച്ചു തന്ന ശൈലി എന്താണ്, ജീവിത ശൈലി എന്താണെന്ന് നമ്മൾ പഠിക്കണം. കാരണം ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ക്രിസ്തു എന്താണ് ലോകത്തിന് നൽകിയതെന്നുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി എന്താണെന്ന് കൂട്ടുകാർ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് അറിയണമെങ്കിൽ ക്രിസ്തീയ ജീവിത ശൈലി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾക്ക് ആധാരമായ ദർശനവും മനോഭാവവും എന്തെന്ന് നാം ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററുകളിലും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ജീവിത ശൈലി സ്വന്തമാക്കുമ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വം പ്രായോഗിക തലത്തിൽ നാം ആർജിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നന്മ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തു ശിഷ്യരാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നല്ലൊരു ക്രിസ്തു ശിഷ്യനാകുമോ? ഇല്ല. ക്രിസ്തീയ വ്യക്തിത്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മദർ തെരേസയെ പോലെ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്, വിശുദ്ധരെ പോലെ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെ ക്രിസ്തുവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി എന്താണെന്ന് അറിയണം. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. ഒന്നാമത്തെ കാര്യം ദൈവ സ്നേഹം എന്നതാണ്. ദൈവ സ്നേഹം അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ഞാൻ നേരത്തെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അടിത്തറ പോയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നിലനിൽക്കില്ല. അടിത്തറ ബലമില്ലാത്തതാണെങ്കിൽ മറ്റൊന്നും നിലനിൽക്കുന്നില്ല. സ്നേഹമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ മറ്റെന്തൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും അതൊന്നും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നാണ് സുവിശേഷങ്ങളിൽ വ്യക്തമാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതമാണ് നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മളുടേത്. അതിന് നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവസ്നേഹം കൂടാതെ ക്രിസ്തീയ ജീവിതത്തിൽ വളരുക എന്ന് പറയുന്നത് അസാധ്യമാണ്, നടക്കാത്ത കാര്യമാണ്. ഒരു നല്ല ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ദൈവസ്നേഹം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും ഉപരിയായി
ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാണല്ലോ ദൈവ പ്രമാണത്തിൻ്റെ കാതൽ. എന്താണ് ദൈവപ്രമാണത്തിൻ്റെ കാതൽ? തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവസ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് നാം മറന്നു പോകരുത്. ദൈവസ്നേഹത്താൽ കേന്ദ്രീകൃതമായിരിക്കണം ക്രൈസ്തവ ജീവിതം. ദൈവാരാധന, ദൈവവചന പ്രഘോഷണം, പ്രാർത്ഥന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ്. എന്തൊക്കെയാണ് ദൈവ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ? നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ: ദൈവാരാധന. ഒരു ദിവസവും മുടക്കം കൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നമ്മൾ സമയം ചെലവഴിക്കണം. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ദൈവസ്നേഹമില്ലെങ്കിൽ മറ്റൊന്നും നമ്മളുടെ കൂടെ നിലനിൽക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ദൈവ ആരാധനയും ദൈവവചന പ്രഘോഷണവും പ്രാർത്ഥനയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മൾ സാധിക്കണം. 2, പരസ്നേഹം എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു +1 കുട്ടികളോട് മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെടുക്കുന്ന അർത്ഥം എന്താണെന്ന് എനിക്കറിയാം, അല്ലേ? സെലക്ട് ചെയ്ത് പലരെയും സ്നേഹിക്കാൻ നമ്മൾക്ക് സാധിക്കും. പക്ഷേ എല്ലാ വ്യക്തികളെയും ഒരേപോലെ സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴാണ് ദൈവസ്നേഹവും പരസ്നേഹവും യാഥാർത്ഥ്യമാകുന്നത്. പുതിയ വ്യക്തിത്വത്തിൻ്റെ അടയാളവും പരസ്നേഹവുമാണ്. പുതിയ വ്യക്തിത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് പരസ്നേഹം തന്നെയാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പരസ്പരം സ്നേഹിക്കുന്നവരെ കണ്ടാൽ അവർ തന്നെ പറയും, മറ്റുള്ളവർ തന്നെ പറയും, ഇവൻ നല്ല മകനാണല്ലോ, നല്ല ക്രൈസ്തവ വിശ്വാസമുള്ള വ്യക്തിയാണെന്നും മറ്റുള്ളവർ തന്നെ പറയും, അല്ലേ? 3-ാമത്തെ കാര്യം ശത്രു സ്നേഹം എന്നതാണ്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം. നടക്കുമോ? ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലേ? പക്ഷേ ഈശോ പറയുന്നത് ശത്രുക്കളെയും സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഈശോയുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരണമെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ശത്രുക്കളെയും സ്നേഹിക്കുവാൻ സാധിക്കണം. 4-ാമത്തെ കാര്യം സഹായ സന്നദ്ധതയാണ്, സേവന തൽപരതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ചെറിയ കാര്യം ഓർത്തിരിക്കുകയാണ്. ഒരിക്കൽ ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു യുവതി ഒരു 2 മൺകുടങ്ങളുമായിട്ട് എല്ലാ ദിവസവും ഒരു കുളത്തിൽ പോയി വെള്ളമെടുത്ത് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഈ വെള്ളം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ അതിൽ സംഭവിച്ചത് അവരുടെ വലത് കൈയിലുള്ള ആ കുടത്തിൽ ഒരു ചെറിയ ക്രാക്ക്, ഒരു വിള്ളലുണ്ടായിരുന്നു. പക്ഷേ ഇടത് കൈയിലുള്ള കുടത്തിൽ വിള്ളലില്ലായിരുന്നു. എല്ലാ ദിവസവും വെള്ളം കൊണ്ടുപോകും. പക്ഷേ വീട്ടിലെത്തുമ്പോൾ ഒരു കുടത്തിലെ വെള്ളം പകുതിയേ വീട്ടിലെത്തത്തുള്ളൂ, ബാക്കിയുള്ള 2-ാമത്തെ കുടത്തിലെ വെള്ളം എപ്പോഴും മുഴുവൻ വീട്ടിലെത്തും. ഈ സ്ത്രീ ഈ കാര്യം എല്ലാ ദിവസവും തുടർന്നു പോകുന്നു. പക്ഷേ ഈ കുടത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമമാണ്. കാരണം എന്നിൽ പകുതി വെള്ളം അല്ലേ വീട്ടിലെത്തത്തുള്ളൂ. ഒരു ദിവസം ഈ മൺകുടം ഈ സ്ത്രീയോട് സംസാരിക്കുകയാണ്, എങ്ങനെയാണ് എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പകുതി മാത്രം വെള്ളമല്ലേ എനിക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ആ ചൈനയിലുള്ള സ്ത്രീ ആ മൺകുടത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നിലൊരു വിള്ളലുണ്ട്, നീ ശ്രദ്ധിച്ചോ, എൻ്റെ വലതുഭാഗത്ത്, ഞാൻ എല്ലാ ദിവസവും നടന്നു വരുന്ന പാതയുടെ വലതുഭാഗത്ത് നിറയെ പൂക്കളുണ്ട്, അത് നിന്നിലുള്ള നന്മയാണ്. നിന്നിലുള്ള വിള്ളലിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് പുഷ്ടിപ്പെട്ട് ഒരുപാട് പൂക്കൾ നൽകുന്ന മനോഹരമായ ഗാർഡനായി എൻ്റെ വലതുവശം മാറി. ഒരു പക്ഷേ അത് ഇടതുവശത്ത് കാണില്ല. എല്ലാവരിലും നന്മ കാണുവാൻ, എല്ലാവരിലും സേവന സന്നദ്ധത അത് മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാൻ നമ്മൾക്കുള്ള പോരായ്മയിലും നമ്മൾ സമയം കണ്ടെത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. ഈശോ പഠിപ്പിച്ച ഒരു വചനം നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് മനഃപ്പാഠമാക്കിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഈശോയുടെ പ്രാർത്ഥിക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഈശോയെ, ദൈവമക്കളായി തീരുവാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല മക്കളായി ഈ ലോകത്തിന് പ്രകാശമായി മാറുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനങ്ങളിലൂടെ ജീവിതത്തെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും നന്മ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അപ്പോൾ നമ്മൾ 5-ാമത്തെ പാഠത്തിൽ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ കണ്ടു.
എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അതിനുശേഷം നിങ്ങൾ എനിക്ക് അയച്ചു തന്ന, നിങ്ങളുടെ ടീച്ചേഴ്സ് വഴി അയച്ചു തന്ന ഹോംവർക്കിൻ്റെ ഉത്തരങ്ങളാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ പാഠങ്ങൾ ഗ്രഹിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. ഈ പാഠം പഠിച്ചതിന് ശേഷം ഈ ഹോംവർക്കിന് ഉത്തരം നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഹോംവർക്ക് ഇതാണ്: ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, മനോഭാവങ്ങളെ കുറിച്ച് കണ്ടു. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക. ഞാനും അത് വായിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.